വാർത്തകളിലേക്ക്. സ്വത്ത് തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടെ മകൻ കല്ലുകൊണ്ടിടിച്ചതിനെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വയോധികൻ മരിച്ചു. ഉടുമ്പന്നൂർ മയപ്ര നെടുമറ്റത്തിൻകരയിൽ വേലപ്പനാണ് മരിച്ചത്. സംഭവത്തിൽ മകൻ രാജേഷിനെ കരിമണ്ണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ വേലപ്പനെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെത്തിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് ഡ്രൈവർ തയ്യാറാവാത്തതും വലിയ തർക്കത്തിന് ഇടയാക്കിയിരുന്നു. ഇതേ ചൊല്ലി മണിക്കൂറുകൾ നീണ്ട വാക്കേറ്റം നടക്കുന്നതിനിടെയാണ് വേലപ്പൻ മരണത്തിന് കീഴടങ്ങിയത്. ഉടുമ്പന്നൂർ അമയപ്രയ്ക്ക് സമീപം വേലപ്പന്റെ മറ്റൊരു മകൻ രാജീവ് വാടകയ്ക്കെടുത്ത വീട്ടിൽ വെച്ച ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. വീട്ടിൽ നിന്നും വലിയ ബഹളവും കരച്ചിലും കേൾക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ എത്തിയപ്പോൾ വീട്ടുമുറ്റത്ത് തലയ്ക്ക് പരിക്കേറ്റ് രക്തമൊഴുകുന്ന നിലയിൽ കിടക്കുന്ന വേലപ്പനെയാണ് കണ്ടത്. വേലപ്പനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ മകൻ രാജേഷ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച വാക്കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി നാട്ടുകാർക്കെതിരെ തിരിയുകയായിരുന്നു. ഇതോടെ ഭയന്ന നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ കരിമണ്ണൂർ പോലീസാണ് വേലപ്പനെ തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഞാൻ ഒരു 2:30 വീട്ടിൽ ചെല്ലുമ്പോഴാണ് എൻ്റെ ഒരാൾ വിളിക്കുന്നു, അയൽവക്കത്ത് വീട്ടിൽ കിടന്ന് വഴക്ക് നടക്കുന്നുണ്ട്, ആറും വരയ്ക്കണം എന്ന് പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ ഈ രാജീവിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു മുമ്പിൽ. പുള്ളിക്കാരൻ ചോദിച്ചു എന്നെ സംഭവം ചോദിച്ചു. അന്നേരം പറഞ്ഞു രാജീവിൻ്റെ അനിയൻ വന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് വന്ന് 2 മണി നേരം കണ്ട് പണി ഉണ്ടായിരുന്നുള്ളൂ. പണി കഴിഞ്ഞ് വീട്ടിൽ 2 മണിയായപ്പോൾ വന്നിട്ട് അപ്പനായിട്ട് വഴക്കുണ്ടാക്കി അപ്പനെ തിരിച്ച് ഒന്നിട്ടേക്കൊന്നു. അവിടെ നിന്ന് ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് പോലീസുകാരും വന്ന് പോലീസുകാർ ഇതാണ് ഈ പുള്ളിനെ കൊണ്ടുപോകാൻ ആംബുലൻസിനെ കൊണ്ടുപോകും. ഒരു പോലീസുകാരും ഇവിടെ ഉണ്ട്. ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഡോക്ടർ നല്ല ഡോക്ടർ ആയാലും അവർ പശുവിനെല്ലാം കഴിഞ്ഞ് പറഞ്ഞു നല്ല തലയ്ക്ക് ആഴത്തുള്ള മുഖമാണ്, കോട്ടയം പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ 108 ആംബുലൻസ് ഇവിടുത്തെ ഡോക്ടർ വിളിച്ചിട്ടാണ്. ഇപ്പോൾ നേരിട്ടും പുള്ളിയും വന്നു വാതിൽ പറഞ്ഞു ആംബുലൻസിൻ്റെ. ഈ പുള്ളി പറഞ്ഞു ഇത് ഇത്രയും വലിയ ഇതായ രോഗിനെ കയറ്റാൻ പറ്റില്ല, കാരണം കൊണ്ടാൻ പറ്റില്ല. വേലപ്പന പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും സ്ഥിതി അതീവ ഗുരുതരമായതിനാൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുവാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനായി ഡോക്ടർ തന്നെ 108 ആംബുലൻസ് വിളിച്ചു വരുത്തി. സ്ട്രക്ചറിൽ കിടത്തി ആംബുലൻസിലേക്ക് എത്തിച്ച വേലപ്പനെ വാഹനത്തിനുള്ളിൽ കയറ്റാൻ ആംബുലൻസ് ഡ്രൈവറും ഒപ്പമുണ്ടായിരുന്ന നേഴ്സും സംഭവിച്ചില്ല. ഇത് ചോദ്യം ചെയ്ത തങ്ങൾക്കെതിരെ ഡ്രൈവർ അസഭ്യഭീഷണി നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും വേലപ്പന്റെ ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഡോക്ടറെ റൂമിൽ കയറ്റി 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എമർജൻസി കേസാണ്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോട്ടയത്തിനോട് കൊണ്ടുപോകാൻ പറഞ്ഞു. കോട്ടയത്തിന് കൊണ്ടുപോകാൻ പറഞ്ഞ് കൂടുതൽ വേറെ മറ്റാരും ഇല്ലാതെ ഇരുന്നുകൊണ്ട് ആ ഡോക്ടർ തന്നെ വിളിച്ച് 108 ആംബുലൻസ് വന്നു. 108 ആംബുലൻസ് വന്നിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം 1 മണിക്കൂറോളം ആകുക. എന്നിട്ട് അവർ ഇങ്ങനെ ഇത്രയും സീരിയസ് ആയ ഒരു രോഗീനെ മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിലിട്ട് വേറെ റെഫർ ചെയ്യാൻ ഞങ്ങൾക്ക് പെർമിഷൻ ഇല്ലെന്ന് അവർ പറയാം. ഡ്രൈവർ പറയാം ആംബുലൻസിൻ്റെ ഡ്രൈവറും അതിലുള്ള സിസ്റ്ററും ഉണ്ട്. ഒരു ജീവനക്കാരി സർക്കാർ വെച്ചേക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ട് ആ കൂട്ടത്തിൽ. അവരാണ്. അപ്പോൾ അവർ ഇപ്പം 3/4 മണിക്കൂർ കഴിഞ്ഞു. ഡോക്ടർ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ആ ആളുടെ ജീവൻ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി. ഈ വണ്ടിക്കാരുടെ ഇത് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 108ൻ്റെ ആ ഡ്രൈവർ ഫുൾ ഉത്തരവാദിയാണ്. കാരണം ഞങ്ങളത് അവിടുന്ന് കൊണ്ടുവന്ന് ഇത്രയും ആക്കി കാണിച്ച് വെച്ചിട്ട് അയാൾ ഇവിടെ കിടന്ന് മരണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ശാലം ഖേദമുണ്ട്. ഒരു മനുഷ്യൻ നോക്കാനില്ലായിരുന്നു, ഞങ്ങൾ 2 കൂടിയാണ് തോന്നുന്നു. വേലപ്പൻ മരിച്ചതറിഞ്ഞതോടെ ആംബുലൻസ് ഡ്രൈവറും നഴ്സും വാഹനം ആശുപത്രി മുറ്റത്ത് നിർത്തിയിട്ട ശേഷം സ്ഥലം വിട്ടു. സംഭവം പറഞ്ഞ് തൊടുപുഴ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് വേലപ്പന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി. വേലപ്പനെ ആംബുലൻസിൽ കയറ്റാത്ത സംഭവത്തിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ രാജേഷിനെയും കരിമണ്ണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, തൊടുപുഴ.